Okay, today we have the topic control charts for attributes. We already discussed what do you mean by attributes and examples. Okay, today we have the topic control charts for attributes. Okay, now in the previous classes we discussed what are the charts related to attributes just by using a diagram, C chart, NP chart and P chart. Okay, now we go through this. As an alternative to X bar and R charts, we have the control charts for attributes which can be used for ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്. നമ്മൾ പറഞ്ഞതാണ് എന്താണ് ആട്രിബ്യൂട്ട്സ് എന്നത്. ആട്രിബ്യൂട്ട്സ് എന്നാൽ ഒരു സാധനയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, മെഷറബിൾ ആയിരിക്കില്ല. ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ക്യാൻ ബി എയ്തർ ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഓർ ദി നമ്പർ ഓഫ് ഡിഫക്ട്സ്. If the products do not meet the quality specification, they are called defectives. Okay, ക്വാളിറ്റി എത്താത്ത സാധനത്തിന് നമ്മൾ ഡിഫക്റ്റീവ്സ് എന്ന് വിളിക്കും. വൈൽ എനി ഇൻസ്റ്റൻസ് ഓഫ് ആർട്ടിക്കിൾ ലാക്ക് ഓഫ് കൺഫോമിറ്റി ടു സ്പെസിഫിക്കേഷൻ ഇസ് എ ഡിഫക്റ്റ്. ദസ് എവറി ഡിഫക്റ്റ് കണ്ടെയ്ൻസ് വൺ ഓർ മോർ ഡിഫക്ട്സ്. എല്ലാ ഡിഫക്റ്റീവ്സിലും ഒന്നിൽ കൂടുതൽ ഡിഫക്ട്സുകൾ ഉണ്ടാവാം. ഹെൻസ് control charts for attributes may be constructed to reflect the patterns of variation in terms of the proportion of defective item produced. Defective item produced corresponding ആയിട്ടുള്ള അതിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് നമ്മൾ പറഞ്ഞു ദർ ആർ 3 ടൈപ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് C chart, second one is P chart and third one is NP chart or D chart എന്ന് വിളിക്കും. സോ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് പി ചാർട്ടാണ്, സോറി സി ചാർട്ടാണ്. അപ്പോൾ സി ചാർട്ടാണെങ്കിലും പി ചാർട്ടാണെങ്കിലും എൻ പി ചാർട്ടാണെങ്കിലും എങ്ങനെ നമ്മൾ അതിൽ കൺട്രോൾ ചാർട്ട്സ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, അതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്താണ്, ലോവർ കൺട്രോൾ ലിമിറ്റ് എന്താണ്, സെൻട്രൽ ലൈൻ എന്താണ് പറയണം. അതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ആ ഗ്യാപ്പിലാണ് നമ്മുടെ ഓൾ വാല്യൂസും വരുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് അണ്ടർ കൺട്രോൾ ആണെന്ന് പറയാൻ പറ്റും. അതർവൈസ് എന്തായിരിക്കും, അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ സി ചാർട്ട്. കൺട്രോൾ ചാർട്ട്സ് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻ ടു കൺട്രോൾ ദി നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ്. നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് നമ്മൾ കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ്. ദ നമ്പർ ഓഫ് ഇഡ്ലി മെഷീൻസ്, ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ കാസ്റ്റിംഗ് എക്സെട്ര എക്സെട്ര. ഓക്കെ, ദ തിയററ്റിക്കൽ ബേസിസ് ഓഫ് സി ചാർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് തിയററ്റിക്കൽ ബേസിസ് ഓഫ് സി ചാർട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, സി ചാർട്ട് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ സി ചാർട്ട് ഉണ്ടാക്കേണ്ട നമ്മൾ കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരിക്കും തന്നെ എങ്ങനെയാണ് സി ചാർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ലെറ്റ് സി ഡിനോട്ട് ദി നമ്പർ ഓഫ് ഡിഫക്ട്സ് കൗണ്ടഡ് ഇൻ 1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് ഓഫ് പേപ്പർ ഓർ എനി മെറ്റീരിയൽ. അപ്പം ഒരു ക്ലോത്ത് ഓഫ് പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിലെ ഡിഫക്ട്സിൻ്റെ എണ്ണമാണ് സി ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു സാമ്പിളിന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ ആ സി ബാർ കണ്ടുപിടിക്കുക. എല്ലാ ഡിഫക്ട്സുകളും ആഡ് ചെയ്തൊരു ടോട്ടൽ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സി ബാർ ഈക്വൽ ടു C1 + C2 + എക്സെട്ര + Cn/n ആണ്. വേർ C1 C2 എക്സെട്ര Cn എന്നാണ് ആ ഡിഫക്ട്സ് കൗണ്ടഡ് ഇൻ സെവറൽ സച്ച് യൂണിറ്റ്സ്. ഓരോ യൂണിറ്റ്സുകളുള്ള ഡിഫക്ട്സ് ആണ് C1 C2 എക്സെട്ര Cn എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ദി എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓർ സെൻട്രൽ ലൈൻ ഇസ് സി ബാർ ആണ്. ഇൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാവുന്നതാണ് വേരിയൻസും അതുപോലെ തന്നെ മീനും അവിടെ ഈക്വൽ ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ. സോ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സി ബാർ ആണ്. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു √(c) ബാർ വരും. ബേസ്ഡ് ഓൺ ദിസ് 3 സിഗ്മ ലിമിറ്റ് നമുക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റ് ലോവർ കൺട്രോൾ ലിമിറ്റ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് സെൻട്രൽ ലൈനായിട്ട് സി ബാർ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പർ കൺട്രോൾ ലിമിറ്റ് പറഞ്ഞാൽ സി ബാർ + 3 സിഗ്മയാണ്. 3 സിഗ്മ, സിഗ്മയ്ക്ക് പകരം √(c) ബാർ കൊടുക്കുക. സോ സി ബാർ + 3 √(c) ബാർ ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ത് വരാം, സി ബാർ -3 സിഗ്മ. ദാറ്റ് ഈസ് സി ബാർ -3 × √(c) ബാർ. The use of C chart is valid and made appropriate when the opportunities for the occurrence of a defects in each production units are infinite, but the probability of the defects at any point is very small and is അപ്പം ഇൻഫൈനൈറ്റ് ഡിഫക്ട്സ് ഉണ്ടാകുമ്പോഴാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്തായിരിക്കും, വെരി സ്മാൾ പ്രോബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്തിൻ്റെ പ്രോബിലിറ്റിയാണ്. പ്രോബിലിറ്റി ഓഫ് ഡിഫക്ട്സ് പറഞ്ഞാൽ അറ്റ് എനി പോയിന്റ് ഈസ് വെരി സ്മോൾ ആൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. While using C chart, uniform sample size is taken or unit size are taken. അപ്പോൾ യൂണിഫോം സാമ്പിൾ സൈസാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് സി ചാർട്ട്. സി ചാർട്ടിന് യൂസ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളാണ്
ജസ്റ്റ് നോക്കി വെക്കാം. ദി നമ്പർ ഓഫ് ഇംപെർഫെക്ഷൻ ഒബ്സർവ്ഡ് ഇൻ എ ബെയിൽ ഓഫ് ക്ലോത്ത്, ഒരു തുണിക്കെട്ടിലിടുന്ന നമ്പർ ഓഫ് ഇംപെർഫെക്ഷൻസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി ചാർട്ട് യൂസ് ചെയ്യാറുണ്ട്. ദി നമ്പർ ഓഫ് സർഫസ് ഡിഫക്ട്സ് ഒബ്സർവ്ഡ് ഇൻ റോൾ ഓഫ് കോട്ടഡ് പേപ്പർ ഓർ എ ഷീറ്റ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഫിലിംസിലുള്ള ഡിഫക്ട്സുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് ഡിഫക്ട്സ് ഓഫ് ഓൾ ടൈപ്സ് ഒബ്സർവ്ഡ് ഇൻ ആൻ എയർക്രാഫ്റ്റ് സബ്ബേഴ്സ് എലിംസ് ഓഫ് എ ഫൈനലി അസംബ്ലി. ഇപ്പോൾ എയർക്രാഫ്റ്റ് സബ്ബേഴ്സിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡിഫക്ട്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺസ് അറ്റ് എ വീക്ക് സ്പോട്ട് ഇൻ ഇൻസുലേഷൻ ഇൻ എ ഗിവൺ ലെങ്ത് ഓഫ് ഇൻസുലേറ്റഡ് വയർ സബ്ജക്ട് ടു എ സ്പെസിഫൈഡ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഒരു ലെങ്ത് ഓഫ് ഇൻസുലേറ്റഡ് വയറിലുണ്ടാകുന്ന ബ്രേക്ക് ഡൗൺസ് പെർ വീക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സി ചാർട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പി ചാർട്ട്. ചാർട്ട്സ് ഫോർ ഫ്രാക്ഷൻ ഓഫ് ഡിഫക്ട്സീവ്. ഫ്രാക്ഷൻ ഡിഫക്ട്സീവ് ആണ് പി ചാർട്ടിൽ പറയുന്നത്. ദ മോസ്റ്റ് വെർസറ്റൈൽ ആൻഡ് വൈഡ്ലി യൂസ്ഡ് കൺട്രോൾ ചാർട്ട്സ് ഫോർ ആട്രിബ്യൂട്ട്സ് ഈസ് ദ പി ചാർട്ട്. അപ്പോൾ മോസ്റ്റ് യൂസ് ചെയ്യുന്നത് പി ചാർട്ടാണ്. ദിസ് ചാർട്ട് ഈസ് ഫോർ ദി ഫ്രാക്ഷൻ റിജക്റ്റഡ് ആസ് നോൺ കൺഫോമിംഗ് ടു സ്പെസിഫിക്കേഷൻ. ദിസ് ഈസ് ആൾസോ കോൾഡ് ദ ചാർട്ട്സ് ഫോർ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട് പി ചാർട്ടിന്. ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് ഓർ ഫ്രാക്ഷൻ റിജക്റ്റഡ് പി ഈസ് ഡിഫൈൻഡ് ആസ് ദി റൊട്ടേഷൻ ഓഫ് ദി നമ്പർ ഓഫ് നോൺ കൺഫോമിംഗ് ration of the number of non-conforming article in any inspection or series of inspection to the total number of article actually inspected. അപ്പം ടോട്ടലിൽ എത്ര ഡിഫക്റ്റീവ്സ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ട്, അതാണ് ഇത് ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ റിജക്റ്റഡ് നമ്പർ പി എന്ന് പറഞ്ഞാൽ. ദെൻ പി ചാർട്ട് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, സി ചാർട്ടിനേക്കാളും പി ചാർട്ടിലുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇൻ സി ചാർട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് പോയിന്റുകൾ നോക്കി വെക്കുക. അതായത് സി ചാർട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും പി ചാർട്ട് ഉപയോഗിക്കാനുള്ള കുറച്ച് അഡ്വാൻറ്റേജ്. ഇൻ സി ചാർട്ട് ദ ആക്ച്വൽ ഡിഫക്ട്സ് ആർ പ്ലോട്ടഡ്. സി ചാർട്ടിൽ ആക്ച്വൽ ഡിഫക്റ്റീവ്സ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. വെർ ഇൻ പി ചാർട്ട്സ് മോർ മീനിങ് ഫുൾ ആൻഡ് മോർ ജനറലി അണ്ടർസ്റ്റുഡ് വേരിയബിൾ പി ഈസ് ഇവാലറ്റ്. പി ആണ് എന്താണ്, ഫ്രാക്ഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ്സ് ആണ് പി ചാർട്ടിൽ ഉണ്ടാക്കുന്നത്. Okay, in the C chart, a unit of same size is selected, whereas in the size of the sample size varies from sample to sample ആണ് അവിടെ P charts വരുന്നത്, which permits a more meaningful and straightforward and scattered presentation നമുക്ക് കിട്ടും. Okay, next, the theoretical basis for the P chart is the binomial distribution. C chart Poisson distribution ആയിരുന്നു ഇവിടെ binomial distribution ആണ്. The distribution gives better results when this, അപ്പോൾ സാമ്പിൾ സൈസ് അറ്റ്ലീസ്റ്റ് 50 അല്ലെങ്കിൽ അതിൻ്റെ എബോവ് ഉണ്ടായിരിക്കണം. 20 to 25 സാമ്പിൾസ് ഒക്കെയാണ് സഫീഷ്യൻറ്റ് ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി പ്രോസസ്. പക്ഷേ ലാർജ് സാമ്പിൾ സൈസ് ആകുമ്പോഴുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫക്റ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻ പി ചാർട്ട്. ഓക്കെ, ഇനി പി ചാർട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രൊസീജിയറാണ്. കമ്പ്യൂട്ട് ദി ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് ഫോർ ഈച്ച് സാമ്പിൾ. ഈച്ച് സാമ്പിൾ എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പി ഈക്വൽ എന്താണ്, ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് ആണ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഇൻ ദി സാമ്പിൾ ഡിവൈഡ് ബൈ സാമ്പിൾ സൈസ്. നമ്പർ ഓഫ് ഓരോ യൂണിറ്റ്സിലുള്ള നമ്പർ ഓഫ് ഡിഫക്ട്സ് സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് പി എന്ന് പറഞ്ഞാൽ. ഒബ്റ്റെയിൻ ദി ആവറേജ് ഫ്രാക്ഷൻ ഡിഫക്ട്സ്, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക പി ബൈ, ദാറ്റ് ഈസ് ഇതിനെല്ലാം കൂടി സം ചെയ്യുക, ടോട്ടൽ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഈസ് ഓൾ സം കമ്പൈൻഡ്, എല്ലാം കൂടി കമ്പൈൻ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം ഇൻസ്പെക്റ്റഡ് ഇൻ ഓൾ ദി സാമ്പിൾ കമ്പൈൻഡ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് അതിനോട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, പി ബാർ കണ്ടുപിടിക്കുക, ആവറേജ് കണ്ടുപിടിക്കുക. ദി എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഓഫ് സെൻട്രൽ ലിമിറ്റ് പറഞ്ഞാൽ പി ബാർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പർ കൺട്രോൾ ലിമിറ്റ് പറഞ്ഞാൽ പി ബാർ പ്ലസ് 3 സിഗ്മ പി ആണ്. ലോവർ കൺട്രോൾ ലിമിറ്റ് പറഞ്ഞാൽ പി ബാർ മൈനസ് 3 സിഗ്മ പി. സിഗ്മ പി ആണ് പി ചാർട്ട് ആയതുകൊണ്ട് പി ഇട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് പി ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ ആണ് അപ്പർ കൺട്രോൾ ലിമിറ്റ്. ലോവർ കൺട്രോൾ ലിമിറ്റ് ആണ് പി ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ലിമിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. വാല്യൂസ് എല്ലാം എന്താണ്, ഈ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഇടയിലാണ് നമുക്ക് എന്താ പറയാനായിട്ട്, ദ പോയിൻറ്റ്സ് ലൈസ് വിത്തിൻ ദി സാമ്പിൾ ലിമിറ്റ്, ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാനായിട്ടും, അതർവൈസ് എന്തായിരിക്കും അത് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എൻ പി ചാർട്ട്. സി ചാർട്ട് പറഞ്ഞു, പി ചാർട്ട് പറഞ്ഞു, അടുത്തത് എന്താണ് എൻ പി ചാർട്ട്, വിച്ച് മീൻസ് കൺട്രോൾ ചാർട്ട്സ് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ്. ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദി വർക്ക്സ് ഓഫ് ദി പേഴ്സൺ ഇൻ ദി ഷോപ്പ് ഓഫ് or factor is to plot the necessary point in the control chart. The P chart is modified, and instead of plotting the fraction defective, we plot the number of defectives NP in each sample, which is always an integer. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സിന് പകരം, അതായത് പി ചാർട്ടിന് പകരം നമ്മൾ അതിനെ ഒന്നുകൂടി മോഡിഫൈ ആയിട്ട് നമ്മൾ എൻ പി ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്പർ ഓഫ് ഡിഫക്ട്സ് അത് എൻ പി ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇഫ് ദി നമ്പർ ഓഫ് ഐറ്റംസ് ഇൻസ്പെക്റ്റഡ് ഓൺ ഈച്ച് ഒക്കേഷൻ ഈസ് ദ സെയിം, then the plotted of the actual number of defectives is more convenient and meaningful than plotting the fraction defectives p. In the NP chart, if n is taken as 100, then it represents the percentage defectives charts or 100 p chart എന്ന് പറയും.
the central line or the expected standards CL ആണ് NP bar ആണ്. That's equal to total number of defectives of all sample divided by number of sample inspected ആണ്. UCL, that is upper control limit പറഞ്ഞാൽ NP bar plus 3 into root of NP bar into 1 minus P bar ആണ്. And lower control limit ആണ് NP bar minus 3 into root of NP bar into 1 minus P bar ആണ്. അപ്പം upper control limit, lower control limit, central limit എന്താ നോക്കി വെക്കാം. We have to plot the values of the number of defectives D in the chart and to find the nature of the process. Here D will never be negative, hence whenever LCL is less than 0, take as 0. അപ്പോൾ ഡി ചാർട്ടിൽ അല്ലെങ്കിൽ എൻ പി ചാർട്ടിൽ ലോവർ കൺട്രോൾ ലിമിറ്റ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂലേക്ക് പോകുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സപ്പോസ് ലോവർ കൺട്രോൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എൽ സി എൽ ആയിട്ട് ചൂസ് ചെയ്യുക, 0 ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഇടയ്ക്കാണ് എല്ലാ വാല്യൂസും വരുന്നതെങ്കിൽ നമുക്ക് എന്താ പറ്റും, അത് അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ പറ്റും, അതർവൈസ് നോട്ട്. To obtain control limit of NP chart, NP ചാർട്ടിൻ്റെ കൺട്രോൾ ലിമിറ്റ് അത് നമ്മളുടെ യു സി എല്ലും എൽ സി എല്ലും കണ്ടുപിടിക്കണമെങ്കിൽ പി ചാർട്ടിൻ്റെ കൺട്രോൾ ലിമിറ്റിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പി ചാർട്ട് കിട്ടിയിട്ട് എൻ പി ചാർട്ടിൻ്റെ കൺട്രോൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? Then NP ചാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് ടു അറൈവ് അറ്റ് ദ ആവറേജ് പ്രൊപ്പോർഷൻ ഓഫ് നോൺ കൺഫോമിംഗ് ആർട്ടിക്കിൾ ഓർ പ്രൊഡക്റ്റ് സബ്മിറ്റഡ് ഫോർ ഇൻസ്പെക്ഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് സഹായിക്കും. It attracts the attention of authorities over any change in the average quality level. It guides to discover the out of control danger spots that call for action and identify and correct the cause for bad quality നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. Further, if points fall below LCL, it reflects the slackness in the inspection authorities because of relaxed inspection standards. The P chart locates the source of the difficulty through the preparation of its less expensive. However, the mean chart, X bar and range chart are though expensive, find the cause. The P chart gives a good basis for judgment whether successive loads may be considered as a representative of the process. Knowledge of the fraction rejects gives the administration with the information on whether or not to release an order before shipment to customer. Okay, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നോക്കി വെക്കുക. പി ചാർട്ട്, എൻ പി ചാർട്ട്, സി ചാർട്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 12 samples of 200 bulbs each were examined in a front night production. The number of defectives bulbs in each sample was recorded. അപ്പോൾ ഡിഫക്റ്റീവ്സ് ആയിട്ട് വരുന്ന ബൾബ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പിൾ നമ്പർ 1, 2, 3 എക്സെട്ര ടു 12. നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് 23, 32, 40, 30, 43 എക്സെട്ര 9, 10. അപ്പോൾ സാമ്പിൾ 1 ഡിഫക്റ്റീവ്സ് നമ്പർ 23 ആണ്, സാമ്പിൾ 2 32 ആണ് എക്സെട്ര, സാമ്പിൾ 12 ഡിഫക്റ്റീവ്സ് ആണ് 10 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഡ്രോ ദി കൺട്രോൾ ചാർട്ട്സ് ഫോർ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ്. ഫ്രാക്ഷൻ ഡിഫക്ട്സിൻ്റെ കൺട്രോൾ ചാർട്ട്സ് നമുക്ക് അത് എൻ പി ചാർട്ടാണ് ഇവിടെ, പി ചാർട്ടാണ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ വാട്ട് ഡു യു ഫൈൻഡ് ഔട്ട് ഓഫ് ഫ്രം ദിസ് ചാർട്ട്? അതായത് കൺക്ലൂഷൻ ചെയ്താൽ ഔട്ട് കൺട്രോൾ ആണ് അണ്ടർ കൺട്രോൾ ആണെന്ന് പറയാനാണ് ഉദ്ദേശിച്ചുള്ളത്. സോ ചാർട്ട്സ് ഫോർ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് മനസ്സിലാക്കണം. ഫ്രാക്ഷൻ ഡിഫക്ട്സ് നമ്മൾ പ്രീ ചാർട്ടിലാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ തന്ന ഡാറ്റാസിനെടുത്തത് നമ്പർ ഓഫ് സാമ്പിൾസ് 1, 2, 3 എക്സെട്ര 12. അതിൻ്റെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് നമ്മൾ DI ആയിട്ട് ചൂസ് ചെയ്തു. നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് 23, 32, 40, 30, 43, 27, 28, 24, 10, 12, 9, 10. ദെൻ ഇവിടുത്തെ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് പറഞ്ഞാൽ ഡിഫക്റ്റീവ്സിനെ അതിൻ്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. സോ PI = DI by 200 ആണ്. അപ്പോൾ 23/200 ടോട്ടൽ ഡിഫക്റ്റീവ് പറഞ്ഞാൽ 200 ആണ്. സോ എന്ത് വരും, DI by 200 ആണ്. സോ 23/200 ദാറ്റ്സ് ഈക്വൽ ടു 0.115, 32/200 0.160, 40/200 0.200, 30/200 0.150 എക്സെട്ര, 10/200 0.050. അതുപോലെ നമ്മൾ എന്ത് PI എല്ലാ വാല്യൂസിൻ്റെയും കണ്ടുപിടിച്ചു. സോ PI നമുക്ക് കിട്ടി. then അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതാണ് എന്താണ്, സെൻട്രൽ ലൈനാണ്. സോ CL സെൻട്രൽ ലൈൻ P bar = summation PI by 12. ടോട്ടൽ സാമ്പിൾസ് 12 ആണ്. സോ 1.440 അത് എല്ലാ PIകളും നമ്മൾ എന്ത് ചെയ്യുക, സം ചെയ്യുക. 0.115 പ്ലസ് 0.106 പ്ലസ് 0.160 പ്ലസ് 0.2 പ്ലസ് 0.15 പ്ലസ് 0.215 പ്ലസ് എക്സെട്ര പ്ലസ് 0.05 പ്ലസ് 0.06 പ്ലസ് എക്സെട്ര 0.05. അതിൻ്റെ സം എത്ര കിട്ടുന്നത് നമുക്ക്, വി ഗെറ്റ് 1.44.
ഡിവൈഡ് ബൈ 12 ദാറ്റ്സ് ഈക്വൽ ടു 0.12 ആയിരിക്കും സെൻട്രൽ ലിമിറ്റ് ദാറ്റ് ഈസ് പി ബാർ വരും. അപ്പർ കൺട്രോൾ ലിമിറ്റ് പറഞ്ഞാൽ പി ബാർ പ്ലസ് 3 സിഗ്മ പി ആണ്. ദാറ്റ് ഈസ് പി ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ ആണ്. എന്നും നമുക്കറിയാം, പി ബാർ നമുക്കറിയാം, നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് 0.1889. അതേപോലെ ലോവർ കൺട്രോൾ ലിമിറ്റ് പി ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ബൈ എൻ ആണ്. സോ വി ഗെറ്റ് 0.0511. ഓക്കെ. സോ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കിട്ടി. ഇതിൻ്റെ ഇടയിലാണോ നമ്മളുടെ എല്ലാ പി ഐകളും വരുന്നത് ചെക്ക് ചെയ്താൽ മതി. സോ അപ്പർ കൺട്രോൾ ലിമിറ്റ് 0.1889 ആണ്. അതിനേക്കാളും കൂടുതലായിട്ട് ഏതെങ്കിലും വാല്യൂസ് പോകുന്നത് നോക്കുക. ഒരു വാല്യൂവും 0.1889, ഇവിടെ 0.215 ഉണ്ട്. 0.051 താഴെ പോകുന്ന വേറെ ഏതെങ്കിലും വാല്യൂസ് ഉണ്ടോ? 0.051, 0.050 ഉണ്ട്, 0.50 ഉണ്ട്. ഓക്കെ. സോ നമ്മളതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. സോ 2 പോയിൻറ്റ്സ് നമ്മൾ അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ മുകളിലേക്കും പോകും, ഒരു പോയിൻ്റ് എന്ത് ചെയ്യുന്നു ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ താഴേക്കും പോകുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെനി പോയിൻറ്റ്സ് ആർ ഫൗണ്ട് ടു ലൈസ് ഔട്ട്സൈഡ് ദി കൺട്രോൾ ലിമിറ്റ്സ്, ഹെൻസ് ദി പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ബൾബ് ഈസ് നോട്ട് അണ്ടർ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ പി ചാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 പീസസ് ഓഫ് ക്ലോത്ത്സ് ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് റോൾസ് ഓഫ് ഈക്വൽ ലെങ്ത് കണ്ടെയ്ൻ ദ ഫോളോവിങ് നമ്പർ ഓഫ് ഡിഫക്ട്സ്. അപ്പോൾ 10 പീസസ് ഓഫ് ക്ലോത്ത്സിൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. 1 3 5 0 6 0 9 4 4 3. ഡ്രോ എ കൺട്രോൾ ചാർട്ട്സ് ഫോർ ദി നമ്പർ ഓഫ് ഡിഫക്ട്സ് ആൻഡ് സ്റ്റേറ്റ് വെദർ ദി പ്രോസസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ആണോ അല്ല. അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഏതാണ്? സി ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ തന്ന ഡിഫക്ട്സുകൾ എടുത്തത് 1 3 5 0 6 0 9 4 4 3 ആണ്. അത് സി ഐകളാണ്. സോ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. സി ബാർ ഈക്വൽ ടു എല്ലാം കൂടി ആഡ് ചെയ്യുക ബൈ ടോട്ടൽ എത്ര 10 ഉണ്ട്. സോ 35/10 ദാറ്റ്സ് ഈക്വൽ ടു 3.5. സെൻട്രൽ ലിമിറ്റായിട്ട് സി ബാറിന് ചൂസ് ചെയ്യുക. സോ 3.5. അപ്പർ കൺട്രോൾ ലിമിറ്റ് സി ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് സി ബാർ ആണ്. ദാറ്റ്സ് ഈക്വൽ 3.5 പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് 3.5 ദാറ്റ്സ് ഈക്വൽ ടു 9.11 വരും. ലോവർ കൺട്രോൾ ലിമിറ്റ് ആണ് സി ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് സി ബാർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3.5 മൈനസ് 3 ഇൻറ്റു റൂട്ട് 3.5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2.11 ആണ്. സോ അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ലോവർ കൺട്രോൾ ലിമിറ്റ് ഈക്വൽ ടു നമ്മൾ 0 ചൂസ് ചെയ്തു. സോ അതിൻ്റെ ഇടയ്ക്കാണോ എല്ലാ ഡിഫക്ട്സും വരുന്നത് നോക്കുക. സോ മാക്സിമം പോയാൽ 9 വരാൻ പാടുള്ളൂ, 9.11ൻ്റെ അപ്പുറം പോകാൻ പാടില്ല. സോ എല്ലാം 9ൻ്റെ ഉള്ളിലാണ് വരുന്നത്. 9 ആണ് മാക്സിമം വാല്യൂ, എല്ലാം 0ൻ്റെ മുകളിലേക്കാണ് വരുന്നത്. സോ നമ്മളുടെ എല്ലാ വാല്യൂസ് എന്താണ്? നമ്മളുടെ ഈ കൺട്രോൾ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെ ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾ ദി പോയിൻറ്റ്സ് ലൈസ് വിത്തിൻ ദി control limits in the above control charts for the number of defects, hence the process is statistical control നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഡിഫക്റ്റീവ്സ് എന്താണ്, ഡിഫക്ട്സ് എന്താണെന്നൊരു ഡെഫിനേഷൻ വരുന്നുണ്ട്. ആൻഡ് ഐറ്റംസ് ഓൺ ഇൻസ്പെക്ഷൻ മേ ബി ഫൗണ്ട് ടു ബി ഡിഫക്ട്സ് ഓർ നോൺ ഡിഫക്ട്സ്. നമ്മൾ മുന്നേ പറഞ്ഞ സാധനം ഒന്ന് റീകോൾ ചെയ്ത് പോവാം. ഫർദർ വെൻ ഇറ്റ് ഈസ് ഡിഫക്റ്റീവ് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ ഈച്ച് നോൺ ഡിഫക്ട്സ് ഐറ്റം ഈസ് 0. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ എ കാർ ടയർ. ഫസ്റ്റ് ടയർ ഈസ് ഇൻസ്പെക്റ്റഡ് മേ ബി നോൺ ഡിഫക്റ്റീവ്, സെക്കൻഡ് ടയർ മേ ഹാവ് 2 ഡിഫക്ട്സ് ആൻഡ് സോ ഈസ് ഡിഫക്റ്റീവ്. അപ്പോൾ രണ്ടും കൂടി മൊത്തത്തിലാണ് നമ്മൾ കാറിൻ്റെ ഡിഫക്ട്സ് പറയാം. തേർഡ് വൺ മേ ബി ഡിഫക്ട്സ് വിത്ത് 1 ഡിഫക്ട്സ്, ഫോർത്ത് വൺ നോട്ട് ഡിഫക്ട്സ്. ഇൻ സച്ച് കേസസ് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് പെർ യൂണിറ്റ് 0 to 10. P and D charts are drawn on the basis of data on defects. C chart is drawn for defects per unit. Data for drawing the control charts when the standards are not given. സ്റ്റാൻഡേർഡ്സ് നമ്മൾ തന്നിട്ടില്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ബാർ ചാർട്ട്, ആർ ചാർട്ട്, പി ചാർട്ട്, സി ചാർട്ട്, ഡി ചാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും സെൻട്രൽ ലൈനും കണ്ടുപിടിക്കേണ്ടത്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടൈപ്സ് ഓഫ് ചാർട്ട്സ്, എക്സ് ബാർ ചാർട്ട് സെൻട്രൽ ലിമിറ്റായിട്ട് നമ്മൾ എക്സ് ബാർ എടുക്കുക. അപ്പർ കൺട്രോൾ ലിമിറ്റായിട്ട് എക്സ് ബാർ പ്ലസ് എ ടു ആർ ബാർ, എക്സ് ബാർ മൈനസ് എ ടു ആർ ബാർ ആണ് ഇത് ലോവർ കൺട്രോൾ ലിമിറ്റ്. ഏറ്റവും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ടേബിൾ വാല്യൂ ആണ്. ആർ ചാർട്ടിൽ സെൻട്രൽ ലിമിറ്റായിട്ട് ആർ ബാർ ചൂസ് ചെയ്യുക. D4 ആർ ബാർ അപ്പർ കൺട്രോൾ ലിമിറ്റും D3 ആർ ബാർ ലോവർ കൺട്രോൾ ലിമിറ്റും എടുക്കുക. D3യും D4 നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും വാല്യൂ. പി എന്ന് പറഞ്ഞാൽ പി ചാർട്ടിൽ സെൻട്രൽ ലൈനായിട്ട് പി ബാർ എടുക്കുക. അപ്പർ കൺട്രോൾ ലിമിറ്റ് പി ബാർ പ്ലസ് എ ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ചൂസ് ചെയ്യാം. ലോവർ കൺട്രോൾ ലിമിറ്റ് പി ബാർ മൈനസ് എ ഇൻറ്റു റൂട്ട് ഓഫ് പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ. ഡി ചാർട്ടിൽ അത് എൻ പി ചാർട്ടിൽ സെൻട്രൽ ലിമിറ്റായിട്ട് എൻ പി ബാർ ആണ്. ദാറ്റ് ഈസ് എൻ പി ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് എൻ പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ. സെൻട്രൽ ലോവർ കൺട്രോൾ ലിമിറ്റ് എൻ പി ബാർ മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് എൻ പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ആണ്. സി ചാർട്ടിൽ സെൻട്രൽ ലൈനായിട്ട് സി ബാർ ചൂസ് ചെയ്യുക. അപ്പർ കൺട്രോൾ ലിമിറ്റായിട്ട് സി ബാർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് സി ബാർ ചൂസ് ചെയ്യുക. ലോവർ കൺട്രോൾ ലിമിറ്റ് സി ബാർ മൈനസ് 3 റൂട്ട് സി ബാർ
ചൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ലിമിറ്റ് യൂസ് ചെയ്യുന്നതിനുള്ള അതിൻ്റെ യൂസസ് എന്താണ്. നമുക്കറിയാവുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? മാക്സിമം ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ഡിഫക്റ്റീവ് ഐറ്റംസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് അതിൻ്റെ യൂസ് പറഞ്ഞാൽ. ഇപ്പോൾ ഫസ്റ്റ് വൺ, ആൻ ഒബ്ജക്റ്റീവ് ചെക്ക് ഈസ് മെയിൻറ്റൈൻഡ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ത്രൂ SQC. Through SQC we can know that whether the manufacturing process is under control or not. Control ആണോ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. If it is not under control, remedial measure can be explained which save material and also ensure quality. അപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അത് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് മെറ്റീരിയൽസ് അതുപോലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. SQC ഹാസ് എ ഹെൽത്തി ഇൻഫ്ലുവൻസ് ഓൺ വർക്കേഴ്സിനത് ഡിഫക്ട്സ് ഇല്ലാത്ത സാധനങ്ങൾ വരുമ്പോൾ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് വേസ്റ്റേജ് ഒക്കെ കുറേ, അപ്പോൾ വർക്കേഴ്സിന് എന്തെങ്കിലും കുറച്ച് ഇതുണ്ടായിരിക്കും, അവരുടെ വർക്ക് സിമ്പിളായിട്ട് മാറും. SQC എൻഹാൻസസ് ദ ഗുഡ് വിൽ ഓഫ് ദി പ്രൊഡ്യൂസർ ഇഫ് ഈസ് അഡോപ്റ്റിംഗ് ആൻ എഫിഷ്യൻ്റ് ആൻഡ് സ്ട്രിക്റ്റ് SQC സിസ്റ്റം. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് പൈസ ചിലവ് കുറയും, അപ്പം പ്രൊഡ്യൂസേഴ്സിന് എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ദ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ക്യാൻ ബി ഗ്യാരൻറ്റീഡ് ബിഫോർ എനി ഗവൺമെൻറ്റൽ ഏജൻസി ഓൺ ദി ബേസിസ് ഓഫ് SQC റെക്കോർഡ്. ആസ് എ ബൈ പ്രൊഡക്റ്റ് SQC ഗുഡ് ഡീൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആർ മെയ്ഡ് അവൈലബിലിറ്റി. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങൾ എല്ലാ ഫീൽഡിലും വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് P ചാർട്ട്, എന്താണ് C ചാർട്ട്, എന്താണ് NP ചാർട്ട്. ഓക്കെ, അതിൻ്റെ ഒക്കെ സെൻട്രൽ ലിമിറ്റ്സുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി വെക്കാം. വിത്ത് എക്സാമ്പിൾ എന്ത് ചെയ്യാത് പഠിച്ചിട്ട് പോവാം. ക്ലിയർ.